പല ഘട്ടങ്ങളിലും നിർണായക ഘട്ടങ്ങളിൽ ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു, നടപ്പിലാക്കുന്നു. അതെ. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുപോലെ അതെ. ഇപ്പോൾ ഈ GST തീരുമാനം അതൊരു വലിയ ഒരു വിപ്ലവകരമായ തീരുമാനം. കാരണം സ്വന്തം വരുമാനം സർക്കാരിലേക്ക് വന്നുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് കോടികളുടെ വരുമാനത്തിൽ അത് കുറവുണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് ഉണ്ടാക്കിക്കൊണ്ട് അത് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി മാറ്റുന്നു. മാറ്റുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ സർക്കാർ എനിക്ക് തോന്നുന്നു ഒരു സിംഗിൾ പാർട്ടിയുടെ കരുത്ത് അത് തന്നെ ആയിരിക്കണം ഈ ഒരു വിഷയത്തിലും നിലനിൽക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ഈ പോളിസികളെല്ലാം എന്തായാലും അപ്പോഴത്തെ ഗവൺമെൻറ്റിനെ പ്രധാനമായിട്ടും കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ അതിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് എടുക്കുന്ന ആ ഒരു ലീഡർഷിപ്പ്, നമ്മുടെ ആ ലീഡർ, അപ്പോൾ അദ്ദേഹം എടുക്കുന്ന ഡിസിഷൻസ് മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യയുടെ ലീഡറിനെ കേൾക്കാനായിട്ട് അവർ ചെവി കൊടുക്കുന്നത്, അവർ സമയം കണ്ടെത്തുന്നത്, നമ്മുടെ ഇന്ത്യയുടെ ലീഡറിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നത്. സോ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ആ പവർ, നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ പവർ, അത് നമ്മുടെ പോളിസി മേക്കിങ്ങിലും ഡിസിഷൻ എടുക്കുന്നതിലും ആ റൈറ്റ് ടൈമിൽ എടുക്കുന്ന ഡിസിഷൻസ്, ഓക്കെ, അത് നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയെ തന്നെയാണ് കാണിക്കുന്നത്. ജപ്പാൻ ആണെങ്കിലും നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. ഇപ്പോൾ ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ബ്രിട്ടൻ നമ്മളുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞു. റിലേഷനായി പല രാജ്യങ്ങളുമായി അമേരിക്ക ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്. അമേരിക്ക ഇങ്ങനെ നമ്മളെ വരട്ടാനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റെല്ലാ ലോകരാഷ്ട്ര നേതാക്കന്മാരും നമ്മുടെ ഇന്ത്യയോട് അടുക്കുകയാണ്. അവരെല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ ഇനി അമേരിക്ക നമ്മുടെ അടുത്തോട്ടിങ്ങ് വരും. ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്കിനി സംസാരിക്കാം. അതെ, നമുക്കിനി ചർച്ച ചെയ്യണം, കൂടുതലായിട്ട് സംസാരിക്കാം. ഡിസിഷൻ ഓക്കെ, സംസാരിക്കാം എന്ന് ഇന്ത്യയും പറഞ്ഞിട്ടുണ്ട്.